നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഏതാണ്ടൊക്കെ കല്ലും നെല്ലുമൊക്കെ നെല്ലും പതിരും തിരിഞ്ഞു അല്ലേ? കല്ലും എടുത്ത് കളയാറായി അരിയിൽ നിന്ന്. വീണ വിജയനാണോ പ്രതി, അതോ പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണോ കേസിലെ മുഖ്യപ്രതി, അതോ കർത്തയാണോ, അതോ പണിക്കരാണോ, അതോ മറ്റാരെങ്കിലുമാണോ, അതോ ഇത് മറ്റെന്തെങ്കിലും ഇടപാടാണോ? എന്തായാലും ഇ ഡി ഉദ്യോഗസ്ഥർ ഞെട്ടിയിരിക്കുകയാണ്. മഞ്ഞുമലയുടെ അറ്റമാണ് കണ്ടിരിക്കുന്നത്. ബാക്കി അനി ഈ ഒരു വലിയൊരു സംഭവം ഇതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്നു. 124 രേഖകൾ SFIയുടെ കയ്യിലുണ്ടായിരുന്നെല്ലാം ഇ ഡിക്ക് ലഭിച്ചു. അതുകൊണ്ട് കണ്ടപ്പോഴത്തേക്ക് ഇ ഡിയുടെ അല്ല, അത് നേരത്തെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങൾ ഇപ്പോൾ കയ്യിലേക്ക് വന്നപ്പോഴാണ്. പക്ഷേ വീണയെ മൂന്നാം പ്രതിയാക്കിയുള്ള ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള മൊത്തം കണ്ടന്റ് കിട്ടണമെങ്കിൽ അതൊക്കെ സിനോപ്സിസേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മൊത്തം കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് രേഖകൾ മൊത്തം നോക്കണം. ഇന്നലെ കണ്ട ഒരു ശ്വാസം പോയി എന്നാണ് ഇപ്പൊ കേട്ടറിയുന്നത്. അന്തം വിട്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ കുന്തം വിഴുങ്ങി എന്നൊക്കെ പറയുന്ന പോലെ ഇനി 29-ാം തീയതി വീണ ചെല്ലുന്നതിന് മുമ്പ്, തിങ്കളാഴ്ച ചെല്ലുന്നതിന് മുമ്പ് തന്നെ കർത്താ കുടുംബത്തെ വീണ്ടും ഒന്നുകൂടി വിളിപ്പിക്കുന്നാണ് അറിയുന്നത്. അങ്ങനെ ഇത് കേൾക്കുന്നുണ്ട്. ഇന്ന് നാളെയൊക്കെ ആയിട്ട് ചോദ്യം ചെയ്യാൻ അവർ ഹാജരായേക്കും, വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ഇതിനകത്തൊരു ചെറിയ 1-2 പ്രശ്നങ്ങളുണ്ട്. നമ്മളൊക്കെ നേരത്തെ ധരിച്ചിരുന്നത് വീണ കേസിലെ 3-ാം പ്രതിയാകുമെന്നാണ് അല്ലേ? എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ അനുസരിച്ച് CMRൽ തന്നെയാണ് 1-ാം പ്രതി. ശശിധരൻ കർത്ത ആണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹമാണല്ലോ MD. അദ്ദേഹത്തെ ഇപ്പോൾ 1-ാം പ്രതിയാക്കും. 2-ാം പ്രതി അദ്ദേഹത്തിൻ്റെ മകൻ, നമ്മുടെ ഈ ശരൺ S കർത്ത, അദ്ദേഹം ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം 2-ാം പ്രതിയാകാനുള്ള സാധ്യത. 3, 4, 5 പ്രതികൾ സീനിയർ മാനേജേഴ്സാണ്. ഓപ്പറേഷൻസ്, ഫിനാൻസ്, അങ്ങനെയൊക്കെയുള്ള സീനിയർ മാനേജേഴ്സ് ഉണ്ട്. ഒരു ജനറൽ മാനേജർ, പിന്നെ 2 സീനിയർ മാനേജേഴ്സ്, സെക്രട്ടറി ഉണ്ട്. അങ്ങനെ 3 പേര് അവർ. അപ്പോൾ 5 പ്രതികളായി. 6-ാമത്തെ പ്രതി ജനറൽ മാനേജറും ഒരു സീനിയർ മാനേജർ ഓപ്പറേഷൻസ്, ഇവരാണ് പ്രതിയാകുന്നത്. അപ്പോൾ 5 ആയി. അല്ല, 5-ാമത്തെ പ്രതി എക്സാലോജിക്കാണ്. 6-ാം പ്രതിയാണ് വീണ. അപ്പോൾ വീണ ശരിക്കും 2 ഇതിൽ മറുപടി പറയേണ്ടി വരും. എക്സാലോജിക്കിന് ഒരു ഡയറക്ടറേ ഉള്ളൂ. അപ്പോൾ വീണയ്ക്കെതിരെ കൃത്യമായിട്ട് എക്സാലോജിക്കിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്കും അല്ലാതെയും വീണ ഇതിനകത്ത് കമ്പനി കാര്യ നിയമങ്ങൾ, ചട്ടങ്ങൾ ലംഘിച്ചു എന്നുള്ളതാണ് 1-ാമത്തെ കുറ്റം. അത് ആണ് SFIക്ക് അത് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. SFIക്ക് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം ഉണ്ടോ, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ, ഇതൊന്നും SFIയുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. അവർക്ക് അറിയാൻ പറ്റും. കൃത്രിമത്വം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. അതെ. അപ്പോൾ കമ്പനി കാര്യ നിയമങ്ങൾ, ചട്ടങ്ങൾ, വകുപ്പുകളൊക്കെ ലംഘിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നു. ഇതാണ് SFIO അന്വേഷിച്ചതാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ രേഖകളിൽ നിന്ന് SFIക്ക് മനസ്സിലായി ഇത് മാത്രമല്ല, ഇത് കള്ളപ്പണം വെളുപ്പിക്കലും ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് എന്നാണ് വാർത്തകൾ. നമുക്ക് ലഭ്യമായ വാർത്തകൾ അനുസരിച്ചേ നമുക്ക് ഈ കാര്യം വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുള്ളത്, അപ്പോൾ SFIO കൃത്യമായിട്ട് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള വകുപ്പുകൾ ഇതിനകത്ത് ഇടണം. അങ്ങനെയാണ് ആ കോടതിയിലേക്ക്, കൊച്ചിയിലെ ഈ കമ്പനികാര്യ കോടതിയിലേക്ക് ഈ വിഷയം പോകുന്നത്. അവിടെ നിന്നാണ് ED ഈ അപേക്ഷ കൊടുത്ത് ഈ രേഖകളൊക്കെ വാങ്ങിയിരിക്കുന്നത്. അല്ല, EDയുടെ പണി കുറെ കുറഞ്ഞില്ല. ഇത് SFIയുടെ പ്രതിപട്ടികയിൽ CPM എന്ന പാർട്ടിയും രാജ്യത്ത് ആദ്യമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിയാണ്. അങ്ങനെ വരുമ്പോൾ എക്സാലോജിക്കിന് ശേഷം വീണയാണെങ്കിൽ വീണയ്ക്ക് ശേഷം CPM ആയിരിക്കും. കാരണം AKG സെന്ററിന്റെ അഡ്രസ് അല്ല, ഈ എക്സാലോജിക് എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നം വരുന്നത് വീണയ്ക്ക് മുമ്പേ പ്രശ്നം വരും CPIMന്. കാരണം എക്സാലോജിക്കിന്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് AKG സെന്റർ. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് ഇവിടെ അങ്ങ് നിൽക്കുന്നൊരു കേസല്ല. ഇതിന് വലിയ മാനങ്ങളുണ്ട്. അല്ലെങ്കിൽ CPM പറയേണ്ടി വരും, ഞങ്ങളുടെ വലിച്ചഴിച്ചതാണ് കൃത്രിമമായിട്ട്. അപ്പോൾ വീണയെ തള്ളി പറയുകയാണോ, പിണറായി വിജയനെ തള്ളി പറയേണ്ടി വരും. അത് വേണ്ടി വരും. അല്ലെങ്കിൽ ഇത് വ്യാജമായി ചമച്ചര. അല്ലെങ്കിൽ രേഖ എന്താണ്? വീണ കെയർ ഓഫ് AKG സെന്റർ, വീണ തായ്ക്കണ്ടി കെയർ ഓഫ് AKG സെന്റർ, പാളയം, തിരുവനന്തപുരം എന്ന അഡ്രസ്സ് കൊടുക്കുന്നതിന്റെ ആധാർ കാർഡ് എങ്ങനെയാണോ? അല്ല, അങ്ങനെ കൊടുത്തതിന്റെ കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ, അറിയണ്ടേ. ഇത് ചുമ്മാ വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ മതിയോ? വീണയെ ചോദ്യം ചെയ്തു, വീണ കുറെ എനിക്ക് അറിഞ്ഞൂടാ, അത് ഓർമ്മയില്ല, അത് ഞാൻ മറന്നുപോയി, അതൊന്നും ഇവിടെ നടക്കില്ല.
അതൊന്നും ഇനി നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇടയ്ക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞല്ലോ. ഈ 5ാം പ്രതി, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 1ാം പ്രതി മാനേജിങ് ഡയറക്ടർ, ഈ 2ാം പ്രതി ജോയിൻറ്റ് മാനേജിങ് ഡയറക്ടറാണോ ജനറൽ മാനേജറാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഈ ആദ്യത്തെ 5 പ്രതികളിൽ 4 പേരും CMRLുമായി ബന്ധപ്പെട്ടവരാണ്. 5ാമത്തെ പ്രതിയാണ് എക്സാലോജിക്ക് കടന്നു വരുന്നത്. എക്സാലോജിക്ക് കടന്നു വരുമ്പോഴാണ് എക്സാലോജിക്കിൻ്റെ അഡ്രസ്സ് ഏതാണ്. അപ്പോൾ എക്സാലോജിക്കിന് ഒരു ഡയറക്ടറേ ഉള്ളൂ, ഒന്നിലധികം ഡയറക്ടർമാരില്ല. ആ ഒരു ഡയറക്ടർ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് AKG സെൻറ്ററിൻ്റെതാണ്. അതിന് CPIM മറുപടി പറയേണ്ടി വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ സ്വത്ത് സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം കണ്ടുകിട്ടും, അത് ED ആണ് ചെയ്യേണ്ടത്. അപ്പോൾ വീണയുടെ വസതി, വീണയുടെ കോർപ്പറേറ്റ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് AKG സെൻറ്റർ, പാളയം, തിരുവനന്തപുരം. എക്സാലോജിക്കിന്റെ അഡ്രസ്. അങ്ങനെയാണെങ്കിൽ AKG സെന്റർ കണ്ടിട്ട് നടപടികളിലേക്കൊക്കെ പോവാം. നിർണായകമായ ഒരു ചോദ്യമാണ് ആ കെട്ടിടം, ആ AKG സെന്റർ ഇരിക്കുന്ന പുതിയ കെട്ടിടം നമുക്കറിയില്ല ED എന്താണ് ചെയ്യാൻ പോകുന്നത്. അതെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വീണയുടെ പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ തീർച്ചയായിട്ടും അവർ സീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എക്സാലോജിക്കിന്റെ തിരുവനന്തപുരത്തെ ഓഫീസ് അഡ്രസ് എടുത്തിരിക്കുന്നത് AKG സെന്ററാണ്. എക്സാലോജിക്കിന്റെ ബാംഗ്ലൂരാണ് ഓഫീസെങ്കിലും ഇവിടുത്തെ ഓഫീസും സീൽ ചെയ്യേണ്ടി വരും. അല്ല, അന്വേഷണം പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും, ഒരു സംശയവും വേണ്ട. അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറയേണ്ടി വരും. അന്ന് സെക്രട്ടറി ആയിരുന്നത് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്, അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ പകരം ഇന്ന് ആരാണോ സെക്രട്ടറി ആയിട്ടുള്ളത് ആ ആള് മറുപടി പറയേണ്ടി വരും. അല്ല, അവർ ഓഫീസ് സെക്രട്ടറി മറുപടി, ഓഫീസാണ്, അപ്പൊ അതിന്റെ സെക്രട്ടറി അല്ല, അതൊന്നും നടക്കൂല. അതൊക്കെ EDയുടെ അടുത്ത് ആ കളിയൊന്നും നടക്കില്ല. നോക്കൂ, വലിയ കേമന്മാരായ അരവിന്ദ് കെജ്രിവാൾ, ചന്ദ്രശേഖർ റാവു ഒക്കെ EDയുടെ മുമ്പിൽ എന്താ പറയുക, താളം തുള്ളി അല്ലേ. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇനി അപ്പോൾ വീണ 6ാം പ്രതി ആകും എന്നാണ് സൂചന. ഞാൻ പറഞ്ഞ ഇതിനകത്ത് നമ്മൾ ആദ്യം കരുതിയിരുന്നത് വീണ 3ാം പ്രതി എന്നാണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു മാറ്റം വരും എന്ന് ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് പോയാൽ നമുക്ക് തന്നെ എളുപ്പമുണ്ട്. ഈ 6ാം പ്രതി സ്ഥാനത്ത് നിന്ന് വീണ താഴേക്ക് പോകുമ്പോൾ താഴേക്ക് പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. കാരണം 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. അപ്പോൾ ഒന്നാമത്തെ കമ്പനിയും 2ാമത്തെ കമ്പനിയും സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ ഒരു 5 പേർക്കുള്ളിൽ പ്രതിപട്ടികയിൽ വരും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. വീണ പാലത്തിന്റെ നടും തൂണാണെന്ന് തോന്നുന്നു. കാരണം ഈ പാലം അതാണ് അതിനകത്തുള്ള പോയിന്റ് എന്ന് വെച്ചാൽ എക്സാലോജിക്കും വീണയും CMRLനെയും വേറെ ആരെയും തമ്മിൽ ബന്ധിപ്പിക്കും. ദൈവതുല്യനോ കാരണഭൂതനോ ഇരട്ടച്ചങ്ങനോ എന്തോ ആകട്ടെ, അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പാലത്തിന്റെ നെടും തൂണെന്ന് പറയുന്നത് വീണയും എക്സാലോജിക്കുമാണ്. ആ തൂണ് ED ഇളക്കി മാറ്റി സംഭവിക്കും. അത് പാലം പൊളിഞ്ഞ് താഴോട്ട് വീഴും. പാലവും പൊളിയും, അതിൽ കൂടെ വരുന്ന അല്ല, ഈ രണ്ടറ്റത്ത് നിൽക്കുന്നവരും പെടും. അതിരിക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ SFIOയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന രേഖകൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ED വീണയെ ആദ്യം ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ഇവരെ ചോദ്യം ചെയ്ത് അത് ഇവരുടെ മറുപടികൾ രേഖപ്പെടുത്തി വെച്ചില്ല. ആരുടെ? ശരൺ കർത്തയുടെയും ഷിബി കർത്തയുടെയും ജയ കർത്തയുടെയും ഒന്നും മറുപടികൾ രേഖപ്പെടുത്തി വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ED ചോദിച്ചത്. ഇനിയിപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മറുപടി, ചോദ്യങ്ങൾക്ക് അവർ കൊടുത്തിരിക്കുന്ന മറുപടിയുണ്ട്. ആ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും 29-ാം തീയതി വീണയുടെ ഇൻട്രോഗേഷൻ ആരംഭിക്കുക. CBI ഡയറക്ടർ എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. അതിൽ സേതു അയ്യർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, തിരിച്ചും മറിച്ചും. മറ്റേ ഈ ദോശ ചുട്ടു അടിവശം ആദ്യം ഒരു ചൂണ്ടയിടുന്നു, ആ ചൂണ്ടയിൽ കൊളുത്തി ആ ചൂണ്ടയും വലിച്ചോണ്ട് പോകാൻ പോകുമ്പോഴാണ് തെളിവ് ഹാജരാക്കുന്നത്. നിങ്ങൾക്ക് മന്ത്രിമാരെ അറിയാമോ? അറിയില്ല. ഞാനൊരു പാവമാണ് സാർ, ഇത് എന്നെക്കുറിച്ച് ഇങ്ങനെ ആൾക്കാർ അപവാദം പറയുന്നതാണ്. ശരി, ഈ ഇന്ന നമ്പർ നിങ്ങളുടേതല്ലേ? അതെ. ഇതിൽ നിന്ന് തിരുവനന്തപുരത്തെ മന്ത്രിയുടെ വസതിയിലേക്കും റെസ്റ്റ് ഹൗസിലേക്കും ഒക്കെ നിങ്ങൾ വിളിച്ചിരുന്ന ട്രങ്ക് കോളിൻ്റെ ഡീറ്റെയിൽസാണിത്. ഇത് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിളിച്ച ദിവസങ്ങളിലൊക്കെ മന്ത്രിയോ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി പറയൂ, നിങ്ങൾക്ക് മന്ത്രിയെ പരിചയമില്ലേ? കിളി പോയി എന്ന് പറയുന്നത് പോലെയാണ്
ഇവിടെ എല്ലാ രേഖകളും വെച്ചുകൊണ്ടാണ് ഇനി ചോദിക്കുന്നത്. അതേപോലെ തന്നെയാണ് എക്സാലോജിക്കിലേക്ക് വരുന്ന കോളുകൾ ഇപ്പോൾ CMR നിന്നായാലും ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ഏത് കമ്പനിയിൽ നിന്നായാലും വരുന്ന മൊത്തം AK സെൻറ്റർ നമ്പറിലേക്കായിരുന്നു. അങ്ങനെ ഒരു വിവരം ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ AKG സെന്റർ എന്ന് പറയുന്നത്. അതൊരു പാർട്ടി ആസ്ഥാനമായിരിക്കാം, പക്ഷേ അത് ഈ ഇങ്ങനെ ഒരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ ഈ പാർട്ടി ആസ്ഥാനത്തിന് എന്ത് ബന്ധം? ഇവർ പറയുന്നത് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, വീണ ഇനി സ്വന്തമായിട്ട് കേസ് നോക്കിക്കോട്ടെ. സ്വന്തമായിട്ട് കേസ് നോക്കിയതൊക്കെ ഞങ്ങൾ കണ്ടു. ഒരു കാര്യം കൂടെ നോക്കൂ, ഇൻകം ടാക്സ് റിട്ടേണുകൾ, ഈ തപാലിൽ വരേണ്ട രേഖകൾ, പിന്നെ ബംഗളൂരിൽ നിന്നുള്ള കമ്പനിയുടെ മറ്റു രേഖകൾ, ഇതെല്ലാം വീണയ്ക്ക് ലഭിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഈ ഈ കത്തുകൾ മൊത്തം വരുന്നത്. ഈ തപാൽ ഇടപാട്, ആശയവിനിമയം, ടെലിഫോൺ വഴിയുള്ള ഇടപാടുകൾ എല്ലാം ഇവിടെ തന്നെയാണ്. ഞാനൊരു സംശയം പറയട്ടെ, എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവർ സത്യത്തിൽ മണ്ടത്തരം കാണിച്ചതാണോ അതോ അതിബുദ്ധി കാണിച്ചതാണോ? ഇത് അതിബുദ്ധി ചെന്ന് മണ്ടത്തരത്തിലേക്ക് പതിച്ചതാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ എക്സാലോജിക് കെയർ ഓഫ് AKG സെന്റർ തിരുവനന്തപുരം എന്നടിക്കുമ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഈ അറിയാത്തവർക്കൊക്കെ മനസ്സിലാവും ഇത് പാർട്ടി ആസ്ഥാനമാണ് കേരളം. അപ്പം അവർ പേടിക്കും. ആര് പേടിക്കും? കേരളത്തിലുള്ളവർ പേടിക്കും. കാരണം കേരളത്തിൽ മാത്രമേ CPM ഉള്ളൂ. ഡൽഹി ചെന്നോ അല്ലെങ്കിൽ മുംബൈ ചെന്നോ അല്ലെങ്കിൽ കാശ്മീരിൽ ചെന്നോ കർണാടകയിൽ ചെന്ന് പറഞ്ഞ ബംഗളൂരിൽ എന്ത് സെന്ററാന്ന് ചോദിക്കും. കോച്ചിങ് സെന്റർ ആണോ, അതെ അതുമല്ലോ ആണോ എന്ന് ചോദിക്കും. അപ്പൊ അവരൊന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മസാജ് സെന്റർ ആണോന്നും ചിലപ്പോൾ മസാജ് ഉടനെ ഉണ്ടാകുമല്ലോ. ഉണ്ടാകും. എന്തായാലും AK സെന്ററിൽ മുറികളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എന്തായാലും ഗുണമുണ്ട്. കമ്പനികൾ തുടങ്ങാം, ചെറിയ സംരംഭങ്ങൾക്ക്, IT സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാം. പക്ഷെ അത് ഭൂമി വേറൊരു അത് 69 സെന്റ് ഒരു ഇടപാടിൽ പെട്ടിരിക്കുകയാണ്, കേസിലാണ്, ഹൈക്കോടതിയിലാണത്. അപ്പൊ ഇവിടെ ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ പറഞ്ഞതുപോലെ ഇവരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും നിപുണ ഇന്റർനാഷണൽ ലിമിറ്റഡ്, ഈ ഷിബി കർത്തയുടെ പേരിലുള്ള മകളുടെ ലോജിസ്റ്റിക്സ് ആണ്. ഈ ലോജിസ്റ്റിക്സ് വഴി എന്ത് സാധനമാണ് ഇവിടുന്ന് അയച്ചത്? അത് അയച്ചിരിക്കുന്നത് മറ്റേ കമ്പനിയാണ്, മറ്റേ പണിക്കരുടെ കമ്പനിയാണ്. ആ കമ്പനി വഴിയാണ് ഈ ധാതുമണൽ മൊത്തം, അതായത് റെയർ കെമിക്കൽ സൊല്യൂഷൻസ്. അപ്പോൾ ഈ റെയർ കെമിക്കൽ സൊല്യൂഷനും നിപുണ ഇന്റർനാഷണലും എക്സാലോജിക്കുമായിട്ട് എന്താണ് ഇടപാട്? ഇവിടുന്ന് സാധനം അങ്ങോട്ട് അയച്ചോ അതോ അവിടുന്ന് സാധനം ഇങ്ങോട്ട് വന്നോ, ഇവിടുന്ന് പണം അങ്ങോട്ട് കൊടുത്തോ? ഇതൊക്കെ കൃത്യമായിട്ട് ഇഡിക്കിപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇനി അവർക്ക് രേഖകൾ സഹിതം കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റത് നമ്മൾ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, അത് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ അങ്ങനെയല്ല, എക്സാലോജിക്ക് നടത്തിയ ഇടപാടിൻ്റെ രേഖകൾ, കാരണം ഈ പറഞ്ഞ വീണയും എക്സാലോജിക്കും CMRലും കൂടെ ഉണ്ടാക്കിയ കരാറുണ്ടല്ലോ, ആ കരാർ തൊട്ട് അവർ നടത്തിയിരിക്കുന്ന മുഴുവൻ ഇടപാടുകളുടെയും ലിവിങ് ഡോക്യുമെൻ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ജീവനുള്ള തെളിവുകളാണ്. ഈ വീണ വിജയന് ഇനിയിപ്പോൾ ഉള്ളത് വെള്ളി, ശനി, ഞായർ, ആലോചിക്കാൻ ഒരു 36 മണിക്കൂറുണ്ട് അല്ലേ? 36 ശരിക്കും പറഞ്ഞാൽ പിന്നെ 72 മണിക്കൂർ. തിങ്കളാഴ്ച വരെ. തിങ്കളാഴ്ച വരെ 72. 3 ദിവസം ആലോചിച്ചിട്ട്. തിങ്കളാഴ്ച നല്ല ദിവസം എന്നാണ് പൊതുവെ പറയാം. അന്ന് പക്ഷേ യാത്രയായിരിക്കും. അന്ന് യാത്ര തിരുവനന്തപുരം. അല്ല, അത് നേരത്തെ പോകണം, രാവിലെ പോകണം, 11 മണിക്ക് അവിടെ ഹാജരാകണം. അപ്പോൾ ഇനി 29-ാം തീയതി ഹാജരാകാതെ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞാൽ ഇഡി നേരെ അറസ്റ്റിലേക്ക് കിടക്കും. അത് വാറണ്ടാകും. അത് വേറെ അല്ലല്ല, ഇനി ഇതിന്റെ ബാക്കി ഇത് അന്വേഷിക്കാൻ ദുബായിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അവിടെ പുതിയ ഒരാളും കൂടി ഇതിനകത്ത് പ്രതിയാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് പിന്നെ വീണയുടെ സഹോദരൻ വിവേക് വിജയനും ഇതുമായിട്ട് എന്തൊക്കെയാണ് ബന്ധം, എന്തൊക്കെയാണ് ഇടപാട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ലഭിക്കും എന്നാണ് പൊതുവെ റിപ്പോർട്ട്. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, ഒരു കുടുംബം മൊത്തം ജയിലിൽ പോകും. അല്ല, നമുക്കറിയില്ല, അവർ വിതച്ചത് കൊയ്യും, ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കും. നമുക്കറിയാലോ പ്രശാന്ത്, വയനാട്ടില് ഉരുൾപൊട്ടൽ, മറ്റേ ചുരൽമലയിലും ഒക്കെ മേപ്പാടിയിലും ഒക്കെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കുടുംബങ്ങളൊക്കെ വാനിഷായി പോയി. ചില കുടുംബങ്ങൾ, അവർ ബന്ധുക്കൾക്കൊക്കെ എന്നും കണ്ണുനീരാണ്. ഇപ്പോഴും ഒരു കുടുംബം അവരെ കാണാനില്ല, അല്ലെങ്കിൽ കാണാതായവരുണ്ട്, ഇപ്പോഴും കിട്ടാനുള്ളവരുണ്ട് അല്ലേ? അതേപോലെ ഈ അല്ല, ഇതൊരു വലിയ ബന്ധുക്കൾക്ക് മാപ്പട സങ്കടമായിരിക്കും. കാരണം ഒരു കുടുംബം മൊത്തം അകത്ത് പോയാലോ. രാജേഷ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊരു വലിയ സത്യത്തിന്റെ ഉരുൾപൊട്ടലാണ്.
ആ ഉരുൾപൊട്ടലിൽ ആരൊക്കെ പെടും, ആരൊക്കെ എവിടെയൊക്കെ പോകും, ആരൊക്കെ ഉള്ളയാകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു സൂചന നൽകി. നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വീണയെ 17-ാം തീയതി ഹാജരാകുമ്പോൾ അറസ്റ്റ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോൾ 29-ാം തീയതി ഹാജരാകുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള നമ്മളത് വ്യക്തമായിട്ട് പറയണം. അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കാര്യങ്ങൾ അറസ്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ 29-ാം തീയതിക്ക് മുമ്പ് SFIO സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ, അവരന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകൾ, രേഖകൾ, അതൊക്കെ 22,000 പേജുണ്ട്. 54 വോള്യം, 22,000 പേജ്, 134 രേഖകൾ. ഈ കരാറ് തുടങ്ങി എക്സാലോജിക്കും CMRLും തമ്മിലുള്ള കരാറ്, നടത്തിയ ഇടപാടുകൾ, പണമിടപാടുകൾ, മെയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന മെയിലുകൾ, ഇതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വീണയുടെ മൊഴി, SFIO എടുത്ത മൊഴി, അതുപോലെ CMRLൻ്റെ ഉടമസ്ഥരിൽ നിന്ന് SFIO എടുത്തിരിക്കുന്ന മൊഴി, ഇതെല്ലാം ഇതിനകത്ത് ഈ 22,000 പേജുള്ള ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 29-ാം തീയതി ചോദ്യം ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചോദ്യം ചെയ്ത CMRLൻ്റെ ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവരെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ടായിരിക്കും വീണയെ ചോദ്യം ചെയ്യുക. വീണയ്ക്കുള്ള കുരുക്ക് കൂടുതൽ മുറുകിയിരിക്കുകയാണ്, അല്ലാതെ കുരുക്ക് അഴിഞ്ഞിരിക്കുകയല്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതിൽ നിന്ന് വീണയെ രക്ഷിക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇനി വ്യക്തമായിട്ട് പറയാം, രാജ്യം ഭരിക്കുന്ന BJP വിചാരിച്ചാൽ പോലും വീണയെ രക്ഷിക്കാൻ കഴിയില്ല ഈ കേസിൽ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ അവസാനമായി ഇത് പറഞ്ഞുകൊള്ളട്ടെ. വീണ ആദ്യത്തെ ദിവസം ED സമൻസ് അയച്ചപ്പോൾ നമ്മൾ ഹാജരാകില്ലെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഹാജരാകില്ല. വീണ ഒരു മെയിൽ അയച്ചു. പ്രശാന്ത് പറഞ്ഞതുപോലെ 17-ാം തീയതി ഹാജരാകുമ്പോൾ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തില്ല. പക്ഷേ അങ്ങനെ ഒരു വാർത്ത ചെയ്തപ്പോൾ നമ്മുടെ വാർത്തയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്തൊരു നമ്മളെ പരിഹസിച്ച് നീയൊക്കെ ആരടാ എന്നൊക്കെ ചോദിച്ചിട്ട്, നീയൊക്കെ വീണയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, നമ്മളൊരു കക്ഷിയുടെയും പിണറായി വിജയന്റെയോ വീണ വിജയന്റെയോ അല്ലെങ്കിൽ EDയുടെയോ ഭാഗം BJPയുടെ പോലും സംസ്ഥാന കേന്ദ്ര ഘടകങ്ങളുടെ ഭാഗമായിട്ടല്ല ഞങ്ങൾ പറയുന്നത്, അല്ലേ? ഞങ്ങൾ പറയുന്നത് നമ്മുടെ നിഗമനങ്ങളാണ്. നമ്മൾ വെറുതെ കഥ മെനയുന്നതല്ല. മറ്റു പല ലഭ്യമായ വാർത്തയെ നമ്മൾ തലനാഴിയുടെ കീറി അതിന്റെ രണ്ട് വശങ്ങളും പരിശോധിച്ച് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. മറ്റു പല വാർത്താ ചാനലുകളും ചെയ്യുന്നത് പോലെ, എല്ലാവരുമല്ല, ചില ചാനൽ ചെയ്യുന്നത് പോലെ ഈ ആകാശത്ത് നിന്നും എടുത്ത് ഇങ്ങോട്ടിട്ട് ശൂന്യതയിൽ നിന്ന് വാർത്ത എടുത്ത് അങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ വാർത്ത ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ അവരാരെയും ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് അവിടെ വയറ്റിപ്പഴം. പക്ഷെ ഞങ്ങൾക്ക് അത് വയറ്റിപ്പഴപ്പ് മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഇത്രയും വർഷത്തെ ഇടപെടൽ, വാർത്താ ലോകത്തെ ഇടപെടൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു സത്യസന്ധതയുണ്ട്. ഞങ്ങൾക്കത് പാരമ്പര്യം നമ്മൾ കളയും. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വീണയെ 29-ാം തീയതി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. പിന്നെ ഞങ്ങളിതാ 1 മുതൽ 6 വരെയുള്ള പ്രതിപട്ടിക, അതിൽ CPM ഇനി എന്ന പാർട്ടി ഏത് പ്രതിസ്ഥാനത്തേക്ക് സംശയമുള്ളൂ. പക്ഷേ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം EDയുടെ തെളിവുകൾ അനുസരിച്ചാണ്. പക്ഷേ ഞങ്ങളിത് മറ്റേ ജോൽസിനെ വെച്ചിട്ട് കബഡി നിരത്തി പറഞ്ഞൊന്നുമല്ല. ഞങ്ങളിത് ലഭ്യമായ വിവരങ്ങൾ, ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അനാലിസിസ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ, പിന്നെ SFIയുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ, അതിൻ്റെ സിനോപ്സിസ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതൊക്കെ പറ്റി. അപ്പോൾ നിങ്ങൾ ഇനി തീരുമാനിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഈ ഇലക്ഷൻ പ്രവചനം പോലെയാണ്. 80% ശരിയാകാം, 20% പേര് രക്ഷപ്പെടും അതിൽ നിന്നും. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം. 29-ാം തീയതി ആകട്ടെ.